ഹൈക്കിംഗ് ഷൂ ഒന്നും ഇടാതെ ഞാൻ ലവിക്കുട്ടിന് ദേ അവിടെ നിന്ന് ദേ വ്യൂ കാണാൻ എത്തിയിരിക്കുന്നത്. നോക്കി എവിടെയാന്ന്. ഓ മൈ ഗോഡ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലേക്ക് ബൊവീലയിലാണ്. അൽബേനിയയുടെ ക്യാപിറ്റലായ ടിറാനയുടെ അടുത്താണ് കേട്ടോ ഈ സ്ഥലം. ഇവിടെ കയറി പറ്റാൻ കുറഞ്ഞതൊരു 35-40 മിനിറ്റോളം എടുക്കും കേട്ടോ. പക്ഷെ നമ്മുടെ ഗൈഡ് വിത്തിൻ 20 മിനിറ്റ്സും കൊണ്ടാണ് ലെവിയും കൊണ്ട് മുകളിലെത്തിയത്. ഞാനും അച്ഛൻ ചെറുതായിട്ടൊന്നും മടിച്ചു, കാരണം ലെവിയും കൊണ്ട് കയറുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമല്ലേ. അച്ഛൻ കുറച്ചെങ്കിലും പ്രിപ്പയർഡ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഹൈക്കിംഗ് ഷൂ പോലും ഇടാതെ വന്നത്. പക്ഷേ ഞങ്ങളുടെ ഗൈഡിൻ്റെ പേര് ഡെഫറൻ എന്നാണ്. ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പുള്ളിയുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാൻ ഞാൻ പേജ് മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പുള്ളിയുടെ ഒരു ഒറ്റ നിർബന്ധപ്രകാരമാണ് കേട്ടോ ഞങ്ങൾ മുകളിലേക്ക് കയറിയത്. ആ സ്പോട്ട് മിസ്സായിരുന്നെങ്കിൽ വല്ലാത്തൊരു നഷ്ടം തന്നെ ആയേനെ. പുള്ളിക്ക് 3 ആൺമക്കളാണ്, അതുകൊണ്ട് തന്നെ ലെവിയെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങളെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് ക്രുവയിലാണ്. ഇതൊരു ടർക്കിഷ് വില്ലേജ് ആണ്. ഇവിടുത്തെ നാഷണൽ ഹീറോ എന്ന് പറയുന്നത് സ്കാൻഡബർഗ് ആണ്. അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽബേനിയയും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത ഒരാളാണ്. ഇതിനു മുമ്പേ അൽബേനിയൻ വില്ലേജ് ആയിരുന്നു ഇത്. ടർക്കിഷ് എംപയർ ഇത് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത് ടർക്കിഷ് വില്ലേജ് ആയത്. ഇവിടുത്തെ മോഡേൺ ആർട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഷാരൂഖ് ഖാന്റെ ഒരു ചെറിയ ലുക്ക് വന്നു. കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം വിസ ഫ്രീ കൺട്രി ആണ് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഏത് ടൂർ പാക്കേജ് ആണ് എടുത്തത്, എവിടെ നിന്നാണ് റൂം ബുക്ക് ചെയ്തത്? ഞങ്ങൾ booking.com എല്ലാ ടൂറിനും ബുക്ക് ചെയ്യാറുള്ളത്. പിന്നെ ഗെറ്റ് യുവർ ഗൈഡ് എന്നുള്ള ആപ്പ് പേജാണ് ഗൈഡിനെ എടുക്കുന്നത്. അപ്പോൾ ആ 2 പേജ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എവിടെ പോയാലും സ്പാ നിർബന്ധമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നല്ല വിശപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.